നമ്മൾ ഇനി പഠിക്കാനുള്ളത് T2 സ്പേസ് തൊട്ടാണ്. ഹൗസ് ഡോർ സ്പേസ്. T2 സ്പേസിന് വേറൊരു പേരാണ് ഹൗസ് ഡോർ സ്പേസ് എന്ന് പറയുന്നത്. എ സ്പേസ് X is said to satisfy T2 axiom or Hausdorff property or is said to be T2 or Hausdorff space, T2 space or Hausdorff space if for a very distinct points x and y in X there exist open sets U and V in X such that X in U and Y in V. മനസ്സിലായോ? അപ്പോൾ എന്താണ്, പിന്നെ 2 ഡിസ്റ്റിൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ ചുറ്റി എന്ത് വേണം, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്റ്റിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ഉണ്ടാവണം, എക്സ് വൈ. ഇപ്പോൾ യുവും ബിയും ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് സ്പേസിനെ നമ്മൾ എന്ത് പറയുക, ഹൗസ് ഡോർ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. ഏത് പെയർ ഓഫ് ഡിസ്റ്റിൻറ്റ് പോയിന്റ്സിനും this condition must be satisfied. This condition must satisfy. Okay. ഇനി every T2 space is T1 since എന്താണ്, T2 സ്പേസ് ആണെങ്കിൽ T1 ആയിരിക്കും അല്ലേ? കാരണം അത് ഡെഫിനിഷനിലുണ്ട്. U contains X but not Y and V contains Y not X. The converse false ആയിരിക്കും. പിന്നെ infinite set with cofinite topology is T1 but not T2. Okay. All metric spaces are T2. ആണ്. അതൊക്കെ നമ്മൾ എക്സാമ്പിൾ വേണ്ടി എഴുതാം. All metric spaces are T2. ഇനി proposition 1.6 says that in a Hausdorff space limits of sequences are unique. In a Hausdorff space, limits of sequences are unique. Prove ചെയ്യാം കേട്ടോ. സീക്വൻസസിൻ്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുക, ഒരു സീക്വൻസ് എടുക്കുക. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ എ Hausdorff space X. Suppose Xn converges to X and Xn converges to Y as n tends to infinity. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? Hausdorff സ്പേസിലാണ് വെച്ചാൽ സീക്വൻസസിൻ്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരു സീക്വൻസ് എടുത്ത് എക്സ് എൻ എടുത്തു, എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് എടുത്തു. എക്സ് എൻ 2 ലിമിറ്റ്സിലോട്ട് കൺവെർജ് ചെയ്യുന്നതാണ് എടുത്തത്. അതായത് കൺവെർജസ് ടു എക്സ് എന്നും എക്സ് എൻ കൺവെർജസ് ടു വൈ എന്നും നമ്മൾ എടുക്കുകയാണ് ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇങ്ങനെ കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. We have to show that x equal to y.
if not x y അല്ല എങ്കിൽ എന്താണ് ഹൗസ് ഡോർ സ്പേസ് ആയതുകൊണ്ട് രണ്ട് ഓപ്പൺ സെറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്ന് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റും വൈയെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും. ആ ഓപ്പൺ സെറ്റുകൾ ഡിസ്ജോയിന്റും ആയിരിക്കും. ഇഫ് നോട്ട് there exist open sets u and v in x such that x belongs to u, y belongs to v and u intersection v equal to 5. മനസ്സിലായോ? അങ്ങനെയാവുമ്പോൾ then there exist open sets ഉള്ളതുകൊണ്ട് then there exist n1 and n2. n1 and n2 belongs to n such that neighborhood ഫാമിലിയിൽ ഓക്കെ എന്ന് വെച്ചാൽ neighborhood ഫാമിലിയിൽ രണ്ട് n1 n2 ഉണ്ടാവും such that അല്ലെങ്കിൽ natural numbers. Then there exist n1 and n2 belongs to n such that xn belongs to u, xn belongs to u for all n greater than or equal to n1. For all n greater than or equal to n1 ന് ഈ xnകളെല്ലാം എവിടെയായിരിക്കും? യുവിലാണ് കിടക്കുക. ആൻഡ് xn belongs to v for all n greater than or equal to n2. ഓക്കെ, അപ്പോൾ എന്താണ് n1 n2 നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സനുകളെല്ലാം എന്താണ് പിന്നെ യുയിലോട്ട് വരും ഫോർ n greater than or equal to n1 ന്. അതുപോലെ എക്സനുകളെല്ലാം വിയിലോട്ട് വരും ഫോർ ഓൾ n greater than or equal to n2. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ let m be an integer, m be an integer greater than m be an integer greater than both n1 and n2. n1നേക്കാളും n2നേക്കാളും വലിയ ഇൻറ്റിജർ ആണ് സ്മോൾ എം എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സം എവിടെ കിടക്കും? എക്സം ബിലോങ്സ് ടു യു ഇന്റർസെക്ഷൻ വിയിൽ അല്ലേ? എക്സം യുവിലും n1നേക്കാൾ n2നേക്കാളും അതായത് n1നേക്കാൾ വലുതെല്ലാം ഇവിടെ കിടക്കില്ലേ യുവിൽ, അതേപോലെ n2നേക്കാൾ വലുതെല്ലാം ഇവിടെ കിടക്കില്ലേ വിയിൽ. അപ്പോൾ എക്സം എന്ന് പറയുന്നത് എന്താണ്? n1നേക്കാളും n2നേക്കാളും വലുതാവുമ്പോൾ എക്സം എന്ന് പറയുന്നത് യുവിലും കിടക്കും വിയിലും കിടക്കും. എക്സം ബിലോങ്സ് ടു യു ഇന്റർസെക്ഷൻ വി. കോൺട്രഡിക്റ്റിംഗ് ദാറ്റ് നമ്മൾ എന്താ എടുത്തേ? ഇഫ് നോട്ട് ദെയർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി ഇൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് വൈ ബിലോങ്സ് ടു വി ആൻഡ് യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5. ഇതെന്തുകൊണ്ടാണ് ഇതെന്താ ഇങ്ങനെ എടുക്കാൻ കാരണം? ഹൗസ് ഡോർ സ്പേസ് ആയതുകൊണ്ട്. അത് ഓർമ്മിക്കുക കേട്ടോ. ഹൗസ് ഡോർ സ്പേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. എക്സ് ഹൗസ് ഡോർ സ്പേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ കാരണം. അപ്പോൾ എന്താ വരും ഇവിടെ? എക്സം ബിലോങ്സ് ടു യു ഇന്റർസെക്ഷൻ വി. ഹൗസ് ഡോർ സ്പേസ് ആകുമ്പോൾ കോമൺ ആയിട്ട് ഓപ്പൺ സെറ്റ്സിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കോൺട്രഡിക്റ്റിംഗ് ദാറ്റ് യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5. സോ u intersection v equal to 5. So x equal to y എന്ന് വന്നു. And thus limits of sequences in x and the limits of sequences in x when they exist are unique. എന്താ വന്നേ? എക്സ് ഈക്വൽ ടു വൈ എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് എന്ത് പറയാം നമുക്ക്?
limits of sequences x equal to y എന്ന് വെച്ചാൽ യൂണീക്ക് ആണെന്ന് അല്ലേ. The limits of sequences in x are x when they exist are unique. മനസ്സിലായി? x equal to y ആയേ നിവർത്തിയുള്ളൂ. x not equal to y എടുത്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ x equal to y ആയേ നിവർത്തിയുള്ളൂ. പക്ഷേ ഈ പ്രൊപ്പോസിഷനിൽ നമുക്ക് ഒരിക്കലും പറയണില്ല ഇൻ എ T2 സ്പേസ് എവരി സീക്വൻസ് ഹാസ് എ യുണീക്ക് ലിമിറ്റ്. അത് പറയുന്നില്ല കേട്ടോ. ഒരു സീക്വൻസിന് യുണീക്ക് ലിമിറ്റേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നില്ല ഈ T2 സ്പേസ് ആണെങ്കിൽ. ഇനി അടുത്ത സ്പേസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പേസ്, അതായത് a space x is said to be, a space x is said to be regular. റെഗുലർ ആവണമെങ്കിൽ അടുത്ത സ്പേസ് ആണ് കേട്ടോ. സ്പേസ് ഈസ് സെറ്റ് ടു ബി. അപ്പം നമ്മൾ ഹൗസ് ഡോർ സ്പേസ് കഴിഞ്ഞു, T1 സ്പേസ് കഴിഞ്ഞു, ഹൗസ് ഡോർ സ്പേസും കഴിഞ്ഞു. ഇതാണ് റെഗുലർ. സ്പേസ് സെറ്റ് ടു ബി റെഗുലർ at a point x in x if for every closed subset C of x not containing x there exists disjoint open sets u and v such that x belongs to u and c belongs to c subset of v. റെഗുലർ ആവണമെന്ന് വിചാരിച്ചാൽ ഒരു സ്പേസ് റെഗുലർ ആവണമെങ്കിൽ ഒരു പോയിന്റിൽ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ റെഗുലർ ആവണം. സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു ബി റെഗുലർ അറ്റ് എ പോയിന്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ആവണമെങ്കിൽ if for every closed subset C of x not containing x, ക്ലോസ്ഡിനെ എങ്ങനെ വരയ്ക്കാം? if for every closed subset C of x not contain, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. there exists disjoint open sets u and v such that ഇങ്ങനെ വരും. disjoint open sets u and v such that x belongs to u and c is contained in v. മനസ്സിലായോ? അപ്പോൾ എന്താണ് സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു ബി റെഗുലർ അറ്റ് എ പോയിന്റ് എക്സ് ഇൻ എക്സ് ആവണമെങ്കിൽ ഫോർ എവരി ക്ലോസ്ഡ് സെറ്റ് സി ഓഫ് എക്സ് നോട്ട് കണ്ടെയ്നിങ് എക്സ് ദർ എക്സിസ്റ്റ് disjoint open sets u and v such that x belongs to u and c is contained in v. ഇങ്ങനെ വരികയാണെങ്കിലാണ് റെഗുലർ സ്പേസ് എന്ന് പറയുന്നത്. എക്സ് റെഗുലർ ആവണമെങ്കിൽ x is said to be regular. X is said to be regular if it is regular. X is said to be regular if it is regular at each of its points. എല്ലാ പോയിന്റ്സിലും റെഗുലർ ആവുമ്പോഴാണ് സ്പേസ് തന്നെ റെഗുലർ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പുതിയ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസിനെ പറ്റി പറയാണ്. എ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു ബി a space x is said to be normal. A space x is said to be normal. Normal എന്ന് പറയുകയാണെന്ന് വിചാരിച്ചാൽ if for every two disjoint closed subsets C and D of x, for every disjoint closed set C and D of x, there exist
two disjoint open sets U and V such that എന്ത് വേണമെന്ന് വെച്ചാൽ C is contained in U and D is contained in V. എന്താണ് സ്പേസ് നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് സ്പേസ് X is said to be normal if for every disjoint closed set C and D of X. രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുക സിയും ഡിയും. ഓക്കെ, if two disjoint closed sets C and D of X, there exist disjoint open sets U and V. Disjoint open sets U and V such that C is contained in U and D is contained in V. Okay, normal space കേട്ടോ. ഇവിടെ ഒരു പോയിന്റും ക്ലോസ്ഡ് സെറ്റും ആണ്, ഇവിടെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ഓക്കെ, ഇനി ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ഇതായിട്ട് പറയുന്നുള്ളൂ, അത് എന്തുകൊണ്ടാണെന്ന് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എക്സാമ്പിൾസ് ജസ്റ്റ് ഞാൻ പറയുകയാണ്, അത് ഞാൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തരാം പിന്നീട്. എക്സാമ്പിളായിട്ട് പറയാച്ചാൽ ഇൻഡിസ്ക്രീറ്റ് space is regular കാരണം because if X is a point not in the closed set C, then C must be the empty set. അതായത് ഇൻഡിസ്ക്രീറ്റ് സ്പേസിൽ എന്തൊക്കെ ഉണ്ടാവുക, 5x മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ എക്സ് ഇസ് എ പോയിന്റ് നോട്ട് ഇൻ ദ ക്ലോസ്ഡ് സെറ്റ് സി. സിയിലില്ല എങ്കിൽ എന്താണ്, ക്ലോസ്ഡ് സെറ്റിൽ ഇല്ല എങ്കിൽ എന്താ ഉണ്ടാവുക, ക്ലോസ്ഡ് സെറ്റിൽ പോയിന്റ് ഇല്ല വെച്ചാൽ എക്സ് ഇസ് എ പോയിന്റ് നോട്ട് ഇൻ ദ ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റിൽ ഇല്ല എങ്കിൽ എന്താ അർത്ഥം, C must be the empty set. Empty set ആവാനേ പറ്റുള്ളൂ. ഓക്കെ, therefore U and V are respectively the whole space and empty set. Indiscrete space is also എന്താണ് നോർമൽ. അത് ഇതുപോലെ തന്നെ പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ഉണ്ട്, അത് മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് അല്ലേ, രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ഉണ്ട്, അത് മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ആവണമെങ്കിൽ എന്ത് വേണം, വൺ ഓഫ് ദ മസ്റ്റ് ബി എംപ്റ്റി. ഓക്കെ, ആർട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസും നോർമലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ എഴുതാം നോർമൽ. പിന്നെ discrete space is normal because two closed subsets of it can be mutually disjoint when one of them is empty. ഇനി next one is next space is T3.
A topological space is said to satisfy T3 axiom or is T3 space ഒരു topological space T3 space ആവണമെങ്കിൽ if it is എന്തായിരിക്കണം അറിയാമോ if it is regular and T1 റെഗുലറും T1 ആവണം മനസ്സിലാവുന്നുണ്ടോ റെഗുലറും T1 ആയി കഴിഞ്ഞാലാണ് എന്താവുക T3 ആവാം ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് സെഡ് ടു ബി T3 സ്പേസ് ഇഫ് ഇറ്റ് ഈസ് റെഗുലർ ആൻഡ് T1 എന്താ T1 എന്ന് വെച്ചാൽ എന്താണ് if two given any two distinct points say x and y in x there exists open set containing s but not y അതായത് ഏതെങ്കിലും ഒന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ y ഉണ്ടാവാൻ പാടില്ല അല്ലേ ഇവിടെ അങ്ങനെ T3 എന്ന് വെച്ചാലോ T3 എന്ന് വെച്ചാൽ എന്താ റെഗുലറും കൂടെ ആവണം റെഗുലർ എന്ന് വെച്ചാൽ എന്താ ഇഫ് ഒരു പോയിന്റ് എടുത്തു എക്സ് എന്ന് എടുത്തു if for every closed set C not containing x എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ there exists disjoint open sets U and V മനസ്സിലായോ disjoint open sets U and V such that x in U and C is contained in ഈ ആ ക്ലോസ്ഡ് സെറ്റ് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യണം അപ്പോൾ T1ഉം റെഗുലറും T1ഉം ആകുമ്പോഴാണ് എന്ത് പറയുക T3 സ്പേസ് എന്ന് പറയുന്നത് ഇനി a topological space is said to satisfy T4 axiom or a T4 space ആവണമെങ്കിൽ if it is normal and T1 റെഗുലറും T1 ആകുമ്പോൾ T3 സ്പേസും നോർമലും T1 ആകുമ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി നോർമലും T1 ആകുമ്പോൾ T4 സ്പേസ് ആവും നോർമലും T1 ആകുമ്പോൾ T4 സ്പേസ് ആവും ഓക്കെ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ